ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു ചട്ടിയിലോട്ട് കുറച്ച് തൈര് ചേർത്തിട്ടേ ഇനി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. കുറച്ച് ഈത്തപ്പഴമാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതേ ഒരു ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6-7 ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ അന്ന് എടുത്തു വെച്ചിരുന്ന സ്റ്റോക്ക് ആയിട്ടുള്ള ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ. അപ്പം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുത്തിട്ട് ഈ ഈത്തപ്പഴമൊക്കെ നല്ലപോലെ വെന്ത് ഒന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, ഒരു 1/4 കപ്പിലും താഴെയായിട്ട് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു 2-3-4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഈത്തപ്പഴമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് ഉണ്ടാവും. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. മാക്സിമം ഒരു 5 മിനിറ്റ് മതിയാവേ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പുളി ഉള്ള തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. പുളിയുള്ള തൈരോ പുളിയില്ലാത്ത തൈരോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഇത്തിരി പുളിയുള്ള തൈര് ഉപയോഗിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 3-4 കുഞ്ഞുള്ളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം കുഞ്ഞുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ കുഞ്ഞുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് കണക്കിന് ഒന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അതാണ്ട് ഞാനൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ലപോലെ വെന്തൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ സ്പാച്ചില വെച്ച് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്നും കൂടെ ഉടച്ചു കൊടുക്കാം. ഇനി ആ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ തീ ഓഫാക്കുകയോ ചെയ്യാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ തീ ഓഫാക്കിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാകത്തിന് വെള്ളം ചേർത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കണം. ചെറുതായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരണം. തിളച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വളരെ ചെറിയ തീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായി വന്നാൽ മതി, തിളച്ച് പോകരുത്, കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ ഈ സമയം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കൈ ഇങ്ങനെ മേളിലോട്ട് പിടിക്കുമ്പോഴേക്കും കയ്യിൽ ചൂട് തട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് തൊട്ടാലും മതി. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടാണ് ഉള്ളതെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഒരു മോരുകറിയാണ്. ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേങ്കിൽ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. മാമ്പഴ പുളിശ്ശേരീൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈത്തപ്പഴം വെച്ച് ഇതുപോലൊരു മോരുകറി ഒന്ന് ഉണ്ടാക്കണം. നല്ല പോലെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.